നിങ്ങൾക്ക് കോള് വന്നാലും കോൾ അങ്ങോട്ട് ചെയ്താലും സ്പീക്കർ ഓൺ ചെയ്ത് വേണം സംസാരിക്കാൻ. ശരി മാഡം. ഇതാണോ സൂര്യമംഗലത്ത് മന? അതെ സാർ. ഇവിടത്തെ തിരുമേനിയെ കാണുന്നതോടെ ആരവെന്ന പ്രതി നമ്മുടെ കാഴ്ചയിൽ വന്നു പെടുമെന്ന് തനിക്ക് വിശ്വാസമുണ്ടല്ലോ അല്ലെ? 100% വിശ്വാസമുണ്ട് സാർ. ആരവെന്ന കൊലയാളിക്ക് ഇനി നമ്മളെ കബളിപ്പിച്ച് നടക്കാനാവില്ല. സൂര്യമംഗലത്ത് മനയിൽ അവന് പൂട്ട് വീഴും. എന്താ സാർ? ഒരു തലവേദന. എടോ, ഈ മനയിൽ എന്തോ പ്രശ്നമുണ്ടല്ലോ. ഇവിടെ കാല് കുത്തിയപ്പോ മുതൽ എനിക്ക് തലവേദന തുടങ്ങി. ആരവല്ല സാർ നമ്മുടെ തലവേദന. ആ തലവേദന മാറാൻ പോകുന്നതിന്റെ സൂചനയായിരിക്കും ഇപ്പൊ സാറിന് തലവേദന വന്നു. ഇപ്പൊ എങ്ങനെയുണ്ട് സാർ? കുഴപ്പമില്ല. ഇത് അവരല്ലേ? നമസ്കാരം. ഞങ്ങളെ മനസ്സിലായേ? ഞാൻ ACP ഇന്ദ്രജിത്ത്. നമ്മൾ കണ്ടിട്ടുണ്ട്. വൃന്ദ താമസിക്കുന്ന ഹോസ്റ്റലിൽ വെച്ച് 5 കുട്ടികളുടെ മിസ്സിംഗ് കേസുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ കണ്ടത്. മനസ്സിലായി. ഞങ്ങൾ തിരുമേനിയെ കാണാനാവുന്നു. അദ്ദേഹം ഇവിടെ ഉണ്ടോ? ഉണ്ട്. അന്ന് ഹോസ്റ്റലിൽ വെച്ച് കണ്ടപ്പോ സാറിന് തിരുമേനിയോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ടായിരുന്നു. പക്ഷെ അപ്പോഴത്തെ സാഹചര്യത്തിൽ അതൊന്നും സംസാരിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ടാ ഞാൻ സാറിനെ കൂട്ടി നേരെ ഇങ്ങോട്ട് വന്നു. പോലീസുകാര് തിരുമേനിയെ തേടി വരുന്നത് ഇവിടെ പുതിയ കാര്യമല്ല. അല്ല, ഞാൻ വൃന്ദയോട് സംസാരിച്ചപ്പോ ഇങ്ങോട്ട് വരുന്നതിൽ അപ്പോയിന്റ്മെന്റിന്റെ ആവശ്യമില്ലെന്നാ പറഞ്ഞത്. വൃന്ദയാണോ സാറിനെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടത്? ഞാൻ വൃന്ദയുമായി ഇങ്ങോട്ട് വരുന്ന കാര്യം സംസാരിച്ചിരുന്നു. വൃന്ദയാണ് തിരുമേനിയുടെ നമ്പർ തന്നത്. വൃന്ദ ഉറപ്പ് കൊടുത്തിട്ടും അപ്പോയിന്റ്മെന്റ് എടുക്കാൻ വന്നതിൽ സാറിന് നല്ല ടെൻഷനുണ്ട്. വൃന്ദ പറഞ്ഞത് ശരിയാ. സൂര്യമംഗലത്തേക്ക് തിരുമേനിയെ കാണാൻ വരുന്നവർക്ക് അപ്പോയിന്റ്മെന്റിന്റെ ആവശ്യമില്ല. അദ്ദേഹത്തെ ഇപ്പൊ തന്നെ കാണാലോ അല്ലേ? വല്ലിച്ചനൊരു പൂജയിലാ. പൂജ കഴിഞ്ഞ് ഉടനെ കാണാം. വരൂ, അകത്തേക്ക് ഇരിക്കാം. താങ്ക് യു സാർ. എല്ലാ അനുകൂല ലക്ഷണങ്ങളാണ് കാണുന്നത്. ആരോ ഒന്ന് പ്രതിയുടെ കാര്യത്തിൽ ഇന്നൊരു തീരുമാനം ഉണ്ടാവും സാർ. താൻ മിണ്ടാതെ പാടോ. ആദ്യം തിരുമേനിയെ കാണാം. വാ. ഇരുന്നോളൂ രണ്ടാളും. രണ്ടാളും കാത്തിരുന്ന് മുഷിഞ്ഞോ? ഏയ് ഇല്ല. സംഭാരം. എന്താ ഒരു ചൂട്! ഈ സമയത്ത് സംഭാരം തന്നെ വേണം. നമ്മൾ തമ്മിൽ വൃന്ദയുടെ ഹോസ്റ്റലിൽ വെച്ച് കണ്ടിട്ടുള്ളതുകൊണ്ട് പ്രത്യേകിച്ചൊരു പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ലല്ലോ. അന്ന് കണ്ടെങ്കിലും വിശദമായി പരിചയപ്പെടാൻ കഴിഞ്ഞില്ല. ACP ഇന്ദ്രജിത്തിന്റെ നാട് കുറച്ച് വടക്ക, തിരുനാഥപുരം. തിരുനാഥപുരോ? അവിടെ ഒരു മേലോട്ടില്ല ഉണ്ടല്ലോ. മേലോട്ട് അതെന്റെ ഇല്ലോ. മേലോട്ട് കുടുംബമാണോ ഇന്ദ്രജിത്ത്? അതെ. അവിടെ ഒരു ദേവദത്തൻ നമ്പൂതിരി ഉണ്ടായിരുന്നല്ലോ. ദേവദത്തൻ നമ്പൂതിരി എന്റെ മുത്തശ്ശനാ. 2 വർഷം മുമ്പ് അദ്ദേഹം മരണപ്പെട്ടു. മുത്തശ്ശനെ തിരുമേനി അറിയൂ? അറിയാതിരിക്കേണ്ട ആളല്ലല്ലോ മേലോട്ട് ദേവദത്തൻ നമ്പൂതിരി. തെക്കൊരു മഹാക്ഷേത്രത്തില് ദേവപ്രശ്നത്തിന് ഞാനും അദ്ദേഹവും ഒരുമിച്ചുണ്ടായിരുന്നു. അന്നാണ് ഞങ്ങൾ അവസാനമായി കണ്ടത്. മേലോട്ട് ദേവദത്തൻ നമ്പൂതിരിയുടെ കൊച്ചുമോനാണെന്ന് സാറിന് ആദ്യമേ പറഞ്ഞുകൂടായിരുന്നോ? കുടുംബകാര്യങ്ങളൊന്നും ഞാൻ ആരോടും വെളിപ്പെടുത്താറില്ല. ദേവദത്തൻ നമ്പൂതിരി ജീവിച്ചിരിപ്പുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ ഇപ്പോ നേരിടുന്ന പ്രതിസന്ധിക്ക് എന്റെ മുന്നിൽ ഇങ്ങനെ വരേണ്ടി വരില്ലായിരുന്നു.
അല്ല, ഞാൻ എന്തിനാ വന്നതെന്ന് അങ്ങോട്ട് പറഞ്ഞില്ലല്ലോ. നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും നിങ്ങളുടെ പ്രശ്നം എനിക്ക് മനസ്സിലാവും. നിങ്ങൾ കുറെ കാലമായി ആഗ്രഹിക്കുന്ന പ്രതിയെ കണ്ടെത്താൻ കഴിയുന്നില്ല. അതല്ലേ നിങ്ങളുടെ പ്രശ്നം? സത്യം, ഞങ്ങൾ അതിനാണ് വന്നത്. തുമ്പില്ലാത്ത പല കേസുകളും അങ്ങ് തെളിയിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഒരു കേസും തെളിയിച്ചിട്ടില്ല. അത് നിങ്ങൾ പോലീസിന്റെ ജോലിയല്ലേ. അന്വേഷണത്തിന്റെ വഴിയെ പോയവർക്ക് എന്റെ ചില തോന്നലുകൾ വഴികാട്ടിയിട്ടുണ്ടാവാം. ആ കേസുകളിൽ അവർ വിജയിച്ചിട്ടുണ്ടാകാം. ഞാൻ തേടുന്ന ആരവെന്ന കൊലക്കേസ് പ്രതി എവിടെയുണ്ടെന്ന് ഒരു സൂചന തരാൻ അങ്ങേക്ക് കഴിയുമോ? ആ പ്രതി നിങ്ങളുടെ മൂക്കിൻ കീഴിൽ തന്നെ ഉണ്ടല്ലോ. അവൻ എവിടെയും പോയിട്ടില്ല. നിങ്ങളെ ചുറ്റിപ്പറ്റി തന്നെ ഉണ്ട്. ആ പ്രതിയെ ഞങ്ങൾ ഇനി അന്വേഷിക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല തിരുമേനി. ഒരു സൂചന, ഒരടയാളം, അത് കിട്ടുമെന്നറിയാനാണ് ഞങ്ങൾ വന്നത്. നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ശ്രീദേവി, ആ വിളക്കം കിണ്ടി ഇങ്ങെടുക്കുക. കാറ്റടിച്ച് വിളക്കണഞ്ഞു പോയല്ലോ. വിളക്ക് അണഞ്ഞതല്ല, അടച്ചതാ. അതൊരു നിമിത്തമാ. പ്രതി ഇരുട്ടിന്റെ മറവില. ആ ഇരുട്ട് നീങ്ങണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ പ്രതിയെ കണ്ടെത്താൻ കഴിയൂ. ആ ഇരുട്ട് പെട്ടെന്ന് നീങ്ങുന്നതല്ല. പ്രതിക്ക് ഒരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം സാധിക്കാതെ അവൻ കീഴടങ്ങയില്ല. എന്താണ് പ്രതിയുടെ ലക്ഷ്യം?